ഇത് സ്കൂളല്ല, ഇത് സമഗ്ര ശിക്ഷ കേരളം SSK. എല്ലാ ഞാൻ നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. സ്കൂൾ കെട്ടിടം അതാണ്. ഇത് വിറ്റ്നസ് നമുക്ക് അതിനേ ഉള്ളൂ. ഇത് ഓഫീസാണ്. ഫിറ്റ്നസ് ഇല്ലായിരുന്നു, അത് ഓഫീസാണ്. ഇത് ഫിറ്റ്നസ് ഉണ്ടായിരുന്നു. ഇല്ല, അത് ഓഫീസാണ്. ഇത് ഓഫീസാണ്. ഇത്തരം വളരെ പ്രധാനപ്പെട്ട സ്കൂൾ ഞാൻ സ്കൂളിന്റെ ഭാഗം ഇത് അതായിരിക്കും ബോർഡ്. സ്കൂളിന്റെ ഭാഗം ശിക്ഷാ അഭിയാന്റെ അവരെ ഓഫീസാണ്. ജില്ലാ ഓഫീസ്, പ്രോജക്ട് ഓഫീസ് തിരുവനന്തപുരം. ആ സ്കൂളാവില്ല. അത് സ്കൂളല്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ സ്കൂളാവില്ല. ഇത് സ്കൂൾ ഈ അട്ടകുളങ്ങര സെൻട്രൽ സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ പരിധിയിൽ വരുന്ന കെട്ടിടമാണ്. പരിധിയിലുള്ള സ്കൂൾ അതാ സ്കൂൾ അതല്ല. ഇത് സമഗ്ര കെട്ടിടം പ്രവർത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം തിരുവനന്തപുരം ജില്ലാ ഓഫീസാണ്. ഈ കെട്ടിടം പ്രവർത്തിക്കാൻ NOC ഉണ്ടായിരുന്നു. അല്ല, അത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള കെട്ടിടം തന്നെയല്ല. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ശിക്ഷ കേരളം. ഇത് ചേട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ഈ കെട്ടിടം പ്രവർത്തിക്കാൻ അനുമതി DD ഓഫീസ് ഇപ്പൊ എന്തെങ്കിലും തകരാറ് വന്നാൽ അത് വിദ്യാലയം എങ്ങനെയാവും? ഈ കെട്ടിടം പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നു. വിദ്യാലയം ആവൂലല്ലോ. ഈ കെട്ടിടം ഈ കെട്ടിടം പ്രവർത്തിക്കാൻ അനുമതി തെറ്റായി ഞങ്ങൾ ഇത് അന്വേഷിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് സ്കൂളിന്റെ ഭാഗമാണ്, അവിടെ സർവ്വശിക്ഷാ അഭിയാന്റെ കെട്ടിടം പ്രവർത്തിക്കുകയായിരുന്നു. അത് നമ്മളും അതേ പറയുന്നുള്ളൂ. അവിടെ ഒറ്റ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ചേട്ടൻ നഗരസഭയുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം പോസ്റ്റിരിക്കുന്ന ആളല്ലേ, ഇതിന് ഈ കെട്ടിടം പ്രവർത്തിക്കാൻ കെട്ടിടമല്ല. സമ്മതിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഈ കെട്ടിടം പ്രവർത്തിക്കാൻ NOC ഉണ്ടായിരുന്നു. അത് അവരാണ് സമഗ്ര ശിക്ഷ കേരളമാണ് വാങ്ങേണ്ടത്. അത് വിദ്യാഭ്യാസ വകുപ്പാണ് അതിനകത്ത് റിപ്പോർട്ട് ഇപ്പൊ തേടുമെന്ന് പറഞ്ഞത്. അത് അവർ ചേർത്തായിട്ട് എടുക്കട്ടെ. ഇതിപ്പോ നഗരസഭയുടെ വാങ്ങേണ്ടതാണ്. അത് അവർ ഇതിന് ഈ പറയുന്ന NOC കൊടുത്തിട്ടുണ്ടോ? സ്കൂൾ കെട്ടിടത്തിന് NOC കൊടുക്കുന്നത് സ്കൂൾ പ്രവേശനോത്സവമായി എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മേയർ അടക്കമുള്ള ആളുകൾ ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് ഈ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടങ്ങൾ, അതല്ലെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ്, നഗരസഭയുടെ കീഴിലുള്ള എല്ലാ കെട്ടിടങ്ങളും പ്രവർത്തിക്കാൻ NOC അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന ഈ കെട്ടിടത്തിന് NOC ഉണ്ടോ എന്നുള്ളതാണ്. അല്ല, ഇത് സ്കൂൾ പ്രവർത്തിക്കുന്ന കെട്ടിടം അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ നിങ്ങളുടെ നഗരസഭാ പരിധിയിൽ വരുന്ന ഒരു കെട്ടിടത്തിന് NOC വേണ്ട കാര്യമുണ്ട്. വിറ്റ്നസ് കൊടുക്കുന്നത് സ്കൂൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് കൊടുക്കും. സ്കൂൾ കെട്ടിടം പൊളിക്കാൻ നിർത്തിക്കുന്നത് വിറ്റ്നസ് കൊടുക്കും. ഇത് പൊളിക്കാൻ നിർത്തിയിരിക്കുകയാണോ? അത് ഇത് ഓഫീസാണല്ലോ, SSK ഓഫീസാണ്. അവിടെയും ജീവനക്കാർ ജോലി എടുക്കുന്നതല്ലേ? അത് വിദ്യാലയത്തിനാണ് നമുക്ക് കൊടുക്കാൻ പറ്റും. കെട്ടിടത്തിന് നമുക്ക് നഗരസഭ തന്നെ ഓഫീസ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കും. കെട്ടിടത്തിന് നമ്മൾ അങ്ങനെ തന്നെ കെട്ടിടത്തിന് സമഗ്ര ശിക്ഷ കേരളം ഇത് വിറ്റ്നസ് വേണമെന്ന് നഗരസഭയോട് ചോദിച്ചാൽ പരിശോധിച്ചിട്ട് കൊടുക്കേണ്ടതാണ് കൊടുക്കും. ചേട്ടൻ ഇപ്പം വളരെ പ്രധാനപ്പെട്ട നഗരസഭയുടെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ആളാണ്. അല്ല, ആ ഉത്തരവാദിത്തമാണ് ഞാൻ പറയുന്നത്. സമഗ്ര ശിക്ഷ കേരളം ഇത് വിറ്റ്നസ് വേണമെന്ന് നഗരസഭയിൽ റിക്വസ്റ്റ് കൊടുത്താൽ അത് നമ്മൾ ഇന്ത്യൻ വിഭാഗം പരിശോധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ ഒരു അപകടം കഴിഞ്ഞിട്ടല്ലോ പ്രിക്കോഷൻ എടുക്കുന്നത്. അങ്ങനെ പരിശോധന നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ കൊടുക്കട്ടെ, അവർ കൊടുത്താലല്ലേ ചെയ്യാൻ പറ്റൂ.